തിരുവനന്തപുരം കോവളത്ത് മത്സ്യബന്ധന തൊഴിലാളിയാണ് സന്തോഷ്. കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും മുള്ളുകൾ നിറഞ്ഞ പരുക്കൻ ഭൂതകാല യാത്രയിൽ ഓർത്തെടുക്കാൻ നിരവധി അനുഭവങ്ങളാണ് സന്തോഷിന് പറയുവാനുള്ളത്. ബാല്യകാലത്തെ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നതും രോഗത്തിൻ്റെ പ്രയാസങ്ങളാൽ ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളിലൂടെ കടന്നുപോയതും സന്തോഷിൻ്റെ മനസ്സിലെ നീറുന്ന ഓർമ്മകളാണ്. ഇന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ കഥകളാണ് സന്തോഷിന് പ്രേക്ഷകരോട് പറയുവാനുള്ളത്. ദൈവമുമ്പാകെ ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ നന്മയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ അച്ഛനും 3 മക്കളാണ്. 3 മക്കളിൽ ഏറ്റവും മൂത്തതാണ് ഞാൻ. ബാക്കി 2 പേരും ഇളയ മക്കളാണ്. എന്നാൽ ദൈവം എൻ്റെ 9ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ ഇവിടുന്ന് ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. മാതാവും ഞങ്ങൾ 3 മക്കളുമായി കുടുംബമായി ജീവിക്കുകയും അതിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ അന്ന് ജീവനുള്ള ദൈവം യേശു എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങളടുത്ത് പറയുകയും ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ അമ്മ നിത്യവും പ്രാർത്ഥിക്കുകയും രാത്രികളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് പറഞ്ഞ വാക്ക് കേൾക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ നടന്നു. എന്നാൽ ജീവനുള്ള ദൈവത്തെ അറിയാതെ അങ്ങനെ നടന്നു. എനിക്ക് ഒരു രോഗം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ രോഗമെന്ന് പറഞ്ഞാൽ മൂക്കിൽ ചത വളർന്നു. അത് എനിക്ക് ശ്വാസം തന്നെയും ശരിക്കും എടുക്കാൻ പറ്റാതെ വളരെയധികമായി ബുദ്ധിമുട്ടായി. എന്നാൽ ഞാൻ ദിനരാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ മാതാവ് എന്നെ കളിയിക്കവിള എന്നുള്ള അവിടെ ഞങ്ങൾ ഒരു വിൻസ് ആശുപത്രി ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോവുകയും എൻ്റെ രോഗത്തിന് അവിടെ കാണിക്കുകയും ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം അത് ഓപ്പറേഷൻ ചെയ്യുവാനും സാധിച്ചു. എന്നാൽ ആ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും അതേപടി തന്നെ ആ രോഗം വരാനിടയായി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അത് പിന്നെയും ഓപ്പറേഷൻ ചെയ്യാനിടയായി തീർന്നു. എന്നാൽ അമ്മ പറഞ്ഞ വാക്ക് കേൾക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് അനേക പുണ്യ സ്ഥലങ്ങളിൽ ഞാൻ പോവേണ്ടി വന്നു. പല പല പുണ്യ സ്ഥലങ്ങളിലൊക്കെയും ഞാൻ പോയി. എന്നാൽ എനിക്ക് അവിടെ ഒന്നും ഒരാശ്വാസം കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ അമ്മ എനിക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു രാത്രി ഞങ്ങൾ 3 മക്കളും അമ്മയുമായി സാധാരണ ഉറങ്ങും പോലെ ഉറങ്ങി. പക്ഷേ ഒരു രാത്രി ഒരു ഏങ്ങി ഒരു വലിയ ശബ്ദം കേൾക്കുന്നു എൻ്റെ ഹൃദയത്തിൽ. നോക്കിയപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ഇരുന്ന് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ മാതാവ് പ്രാർത്ഥിക്കുന്ന ആ ഏങ്ങി കരച്ചിൽ എൻ്റെ ഉള്ളിൽ വല്ലാതെ എന്നെ ഒരു വിഷമം ഉണ്ടാക്കി. കാരണം എന്ന് വെച്ചാൽ അമ്മ എനിക്ക് വേണ്ടി ഇത്രയുമേൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ അനേകം സ്ഥലങ്ങളിൽ പോയിട്ട് പോലും എനിക്കൊരു രോഗത്തിന് വ്യത്യാസം വന്നില്ല. ആ രാത്രി ഞാൻ ചിന്തിച്ചു, കർത്താവേ യേശോപ്പ, എനിക്ക് അങ്ങേ അറിഞ്ഞുകൂടാ, അങ്ങ് ദൈവമാണെന്ന് എൻ്റെ അമ്മ പറയുന്നു. അങ്ങനെ ഒരു കർത്താവ്, ജീവനുള്ള ദൈവമുണ്ടെങ്കിൽ എൻ്റെ ഈ രോഗം മാറ്റി തന്നാൽ ഇനിയുള്ള നാൾ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് ഉറപ്പിച്ച് പറയുകയും എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല. എന്നാൽ ഞാനത് ചിന്തിച്ചു. ഞാൻ കിടന്നുറങ്ങി. എന്നാൽ എല്ലാ ദിവസവും എണീക്കുമ്പോൾ രാവിലെ 4:30 മണിയായപ്പോൾ ഞാൻ എണീറ്റു. ഞാൻ കുളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഈ മൂക്കിൽ ചത വളർന്നത് ഞാൻ സാധാരണ കണ്ണാടി നോക്കി തല ചീവുമായിരുന്നു. പക്ഷെ അപ്പോഴേ ശ്വാസം പോവാതെ നല്ലവണ്ണം അടഞ്ഞിരിക്കും 2 മൂക്കിലും. എന്നാൽ ഞാൻ വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ഈ രാവിലെ സമയം വന്ന് നോക്കിയപ്പോൾ ഭയങ്കരമായ ഒരു അതിശയമായി എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത് മാറ്റിത്തരുവാനിടയായി തീർന്നു. ഞാൻ കിടന്ന പായിലേക്ക് ഓടിപ്പോയി. എന്നാൽ അത് എനിക്ക്
അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കാണാനില്ല. ഇതെങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ വിളിച്ചു. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ മൂക്കിലുള്ള ചത കാണാനില്ല, ഇങ്ങനെ വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നാണ് മൂന്നാമതും. എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. എന്നാൽ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് വളരെയധികമായി 2-3 പ്രാവശ്യം എനിക്ക് നല്ല ഉമ്മൊക്കെ തന്നിട്ട് പറഞ്ഞ, മക്കളെ, ജീവനുള്ള ദൈവം നിൻ്റെ രോഗത്തെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ കർത്താവിന് വേണ്ടി നീ ജീവിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് മുഖാന്തരം കർത്താവിന് വേണ്ടി ജീവിച്ചു. എനിക്ക് കിടക്കാൻ ഒരു പിടി മണ്ണ് പോലും എൻ്റെ അച്ഛനോ അമ്മയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കില്ല. എന്നാൽ വളരെയധികമായി ഞാൻ ജീവിച്ചു പോവുകയും കർത്താവിനെ അറിയാനും സാധിച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് കിടക്കാനൊരു ഭവനം ദൈവം ഞങ്ങൾക്ക് തന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് യേശുവിനെ അറിഞ്ഞ ഒരു മകളെ വിവാഹം കഴിക്കണമെന്ന്. ഞാൻ തീർച്ചയായിട്ടും ആ യേശുവിനെ അറിഞ്ഞൊരു മകളെ എൻ്റെ ദൈവം കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ ദൈവം തക്കതായ സമയത്ത് തക്കതായ ഒരു തുണ ദൈവം തന്നു. അതിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെയധികം കഷ്ടവും പ്രയാസവും ഉണ്ടെങ്കിലും ജീവിതം വളരെയധികം സന്തോഷമാണ്. ദൈവം ഉള്ളത് കൊണ്ടാണ്. ദൈവം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷമായിരുന്നു. എന്നാൽ കുറച്ച് നാൾ അങ്ങനെ ജീവിച്ചു പോയപ്പോൾ കർത്താവിന് സഭയിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സഭയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കോവളത്താണ് എൻ്റെ വീട്. എന്നാൽ ഞങ്ങൾ എല്ലാ ദിവസവും ആരാധനയ്ക്കും ഞങ്ങൾ പങ്കെടുക്കില്ല. ചില ദിവസം മടി കാണിച്ച് എന്തെങ്കിലും ഒരു കള്ളത്തനം പറഞ്ഞ് വീട്ടിൽ കിടക്കുമായിരുന്നു. പക്ഷേ ആ ദൈവത്തെ ഞാൻ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ മറന്ന് ജീവിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിന് വളരെയധികമായി പ്രയാസമുണ്ടായി. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കഷ്ടവും പ്രയാസമൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. അതിലെ 2 പെൺമക്കളും ഒരു മകനുമാണ്. 3 പേരും കുടുംബമായി ഞങ്ങൾ സന്തോഷമായി ജീവിച്ചു പോകുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ഞങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഞങ്ങൾ ബാക്കിലോട്ട് പോയപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങൾ ദൈവത്തെ മറന്ന് ജീവിക്കാനിടയായി. അത് ഞങ്ങളുടെ കുറവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ഞങ്ങൾക്ക് ഈ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി. എന്നും കുടുംബ പ്രാർത്ഥനയും ദൈവത്തെ കൈവിടാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഞങ്ങൾ ജീവിക്കാനിടയായി തീർന്നു. ഞങ്ങൾക്ക് കിടക്കാൻ നല്ലൊരു ഭവനം ദൈവം തന്നു. ദൈവം അധികമായി ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചു. ഞാൻ ഈ യേശുവിനെ അറിഞ്ഞ ആ സന്തോഷം ഞങ്ങൾ മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്യുകയും അവരും ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അവരെയും ഒരുക്കാൻ വേണ്ടി അനേക രോഗികളായി കഴിയുന്നവരടുത്ത് ഈ യേശുവിനെക്കുറിച്ച് പറയുവാനും ദൈവം ഞങ്ങളെ ഇടയായിക്കൊണ്ടിരിക്കുന്നു. അത് പോയിട്ട് അനേകം വ്യക്തികളെ കണ്ടെത്തി ഞങ്ങളുടെ അനുഭവിച്ച സന്തോഷം പറയുവാനും ദൈവം അവർക്കും ഈ സന്തോഷം പകർന്ന് കൊടുക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിച്ച് മുന്നിലോട്ട് പോകുന്നു. അത് ഇനി ഈ ലോകത്ത് എത്ര കാലമാണ് ജീവിക്കുന്ന ആ കാലമൊക്കെയും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എൻ്റെ സഹോദരങ്ങളും കർത്താവിനെ അറിയാൻ സാധിച്ചു. എന്നാൽ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് പുള്ളിക്കാരൻ ദൈവത്തെ അറിയാതെ ജീവിച്ചു. എത്ര തന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരുന്നാലും അത് ഉൾക്കൊള്ളില്ലായിരുന്നു. എന്നാൽ പുള്ളി നല്ലൊരു മദ്യപാനിയും പുകവലിയും മണിക്കൂറിലൊരിക്കൽ 3 സിഗരറ്റെങ്കിലും വലിക്കാതിരിക്കില്ല. ആ പുള്ളി അങ്ങനെ ആ അളിയൻ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പുള്ളിക്ക് ഒരു രോഗമുണ്ടായി. പുള്ളി ഒരു മരണ അവസ്ഥയിൽ തന്നെയാണ് പോയത്. കാരണം പുള്ളി ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. ഹൃദയത്തിനും ശ്വാസകോശത്തിനുമായിരുന്നു. എന്നാൽ അത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കുകയും ഡോക്ടർ പറഞ്ഞു, കാരണം എന്ന് വെച്ചാൽ ഇത് വല്ലാത്തൊരവസ്ഥയാണ്. എന്നാലും 3-4 പ്രാവശ്യം അത് പുള്ളിക്ക് ഉള്ളിൽ ക്യാമറ ഇറക്കി ഓപ്പറേഷൻ ചെയ്തു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, ഇനി
രക്ഷയില്ല. കാരണം അത്രയും മാത്രം അധികമായിട്ട് പിടിച്ചിട്ടുണ്ട് ശരീരത്തിൽ. അതുകൊണ്ട് രക്ഷയില്ലെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ കർത്താവിനോട് ഒത്തൊരുമയോടെ ഒരുമനപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അളിയനെ തിരിച്ചു തരുവാനും സാധിച്ചു. ഇപ്പോൾ പുള്ളിക്കാരൻ ദൈവത്തോട് ചേർന്ന് ചർച്ചിൽ പോവുകയും ദൈവത്തെ ആരാധിക്കാനും ദൈവം സഹായിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അച്ഛൻ ആദ്യം പട്ടാളത്തിലായിരുന്നു. അച്ഛൻ നല്ലൊരു മദ്യപാനിയായിരുന്നു. അപ്പോഴേ ആ പട്ടാളത്തിലിരിക്കുമ്പോഴൊക്കെയും കുടിക്കാൻ വേണ്ടി അവിടുന്ന് കിട്ടും മദ്യം, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അച്ഛന് പെട്ടെന്ന് ബ്ലഡ് ഛർദ്ദിക്കാനിടയായി. എന്നാൽ ബ്ലഡ് ഛർദ്ദിച്ചു. അന്നത്തെ എനിക്കന്നൊരു 12 വയസ്സോളം വരുവുള്ളൂ. അന്ന് ഞങ്ങളെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരുമില്ല. എന്നാൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അച്ഛനെ തിരികെ തരുകയും അത് ബ്ലഡ് ഛർദ്ദിച്ചപ്പോൾ എൻ്റെ അച്ഛനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അതിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അത് എക്സ്റേ എടുത്തപ്പോൾ 3 ഹോളാണ് കരളിൽ ബാധിച്ചിരിക്കുന്നത്. എന്നാൽ എനിക്ക് ഈ 12 വയസ്സുള്ളപ്പോൾ ഞാനാണ് ഏറ്റവും മൂത്തത്. അമ്മ സുഖമില്ലാത്തതാണ്. എന്നാൽ അമ്മയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞാൻ എൻ്റെ പഠിത്തം ഞാൻ 5ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. എൻ്റെ പഠിത്തമൊക്കെയും ഞാൻ നിർത്തിവെച്ചു. 2 സഹോദരങ്ങളും പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ അവരെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എൻ്റെ അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതായി. ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അന്ന് 3 പേരും ഞങ്ങൾ ഒറ്റപ്പെട്ട് വീട്ടിലാണ്. എന്നാൽ ഞങ്ങളെ ദൈവമല്ലാതെ വേറെ ആരും സഹായിക്കാനില്ല. എന്നാൽ അമ്മ ആശുപത്രിയിലാണ് ഇരിപ്പ്. അച്ഛന് ഓർമ്മയില്ലാതെ ഇരിക്കുന്ന സമയത്ത് അമ്മ അവിടെ ഇരുന്നിട്ട് 3-4 ദിവസത്തിലൊരിക്കലാണ് തുണി കഴുകാൻ വേണ്ടി ഇവിടെ വരുന്നത്. ആഹാരമില്ലാതെ വളരെയധികം അലയുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ചക്കപ്പഴമുള്ള വീടുകളിൽ ചെന്ന് ചക്കയൊക്കെ വാങ്ങി ഞങ്ങൾ ഒറ്റയ്ക്ക് 3 പേരും കഴിച്ചാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അമ്മ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ആഹാരമില്ലാതെ അമ്മ വരുന്ന ദിവസത്താണ് കഞ്ഞി എന്തെങ്കിലും വയ്ക്കുന്നത്. അച്ഛനെ അമ്മ നോക്കാൻ വേണ്ടി പിന്നെയും അവിടെ കൂട്ടിരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ പോവും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കൽ എൻ്റെ പഠനം 5ാം ക്ലാസ് വെച്ച് അങ്ങ് നിർത്താനിടയായി തീർന്നു. കാരണം ജീവിതം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഞാനും കൂടെ പണിക്കിറങ്ങിയാൽ മതിയെന്നുള്ളത് തോന്നുകയും അങ്ങനെ ജീവിതത്തിൽ എനിക്കത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആ ചെറുതു മുതലേ വളരാൻ ഇടയായിത്തീർന്നു. എന്നാൽ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. ഞങ്ങൾ സ്വന്തം ഭവനം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഭവനത്തെ ഞങ്ങൾ അന്നത്തെ വില 1500 രൂപ ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തിട്ട് പോകാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട് കൊല്ലങ്കോട് എന്നുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അവിടെ താമസിക്കാൻ വേണ്ടി പോയി. എനിക്കൊരു അളിയനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ലൊരു മദ്യപാനിയാണ്. അവർക്ക് 3 മക്കളുണ്ട്. പുള്ളി വീട്ടിൽ വന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഭാര്യ അടിക്കുകയും ഇതൊക്കെയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ 3 മക്കളും ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് ഓടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങൾ കുറച്ച് നാൾ അവിടെ ജീവിക്കുകയും എൻ്റെ പിതാവിന് സുഖമില്ലാതെ ആയപ്പോൾ ഞങ്ങൾ വളരെയധികം കഷ്ടം അനുഭവിക്കുകയും ഞാൻ ഈ കയറ് കറക്കുന്ന റാട്ട് പിടിച്ച് കറക്കി അവിടെ നിന്ന് 2 രൂപ 1.5 രൂപ ശമ്പളം തരും. ഇതുകൊണ്ടാണ് ഞങ്ങളെ കുടുംബം മുന്നിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എൻ്റെ അച്ഛന് പിന്നെയും അസുഖം കൂടി. ഞങ്ങൾ പാറശാല ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ അച്ഛനെ കിടത്തുകയും, പക്ഷേ അച്ഛനെ മഞ്ഞ നോവെന്നാണ് പിന്നെ ലാസ്റ്റിൽ കാണുവാനിടയായി തീർന്നു. അച്ഛനെ അവിടെ ചികിത്സിക്കുകയും ഞങ്ങൾക്ക് തിരിച്ച് അച്ഛനുമായി ആ വീട്ടിൽ തന്നെ പോകാനിടയായി തീർന്നു. ഇവിടെ കൊല്ലങ്കോട്. പക്ഷേ ആ കൊല്ലങ്കോട് പോയിട്ട് ഞങ്ങൾക്ക് അവിടെയും ഒരു നിൽക്കാനൊരു സമാധാനം അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്.
എനിക്ക് 12 വയസ്സേ ഉള്ളു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പിന്നെയും ഞാൻ എൻ്റെ വീടിൻ്റെ കഷ്ടം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ കോവളം എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എന്നാൽ ആ കോവളത്തേക്ക് തിരിച്ച് എനിക്ക് വരാനുള്ള ഒരു മനസ്സിൽ, കാരണം അത്രയും പ്രായം കുറവാണെങ്കിലും ഞങ്ങളുടെ അവിടെ ആ കൊല്ലംകോട് എന്നുള്ള പ്രദേശത്ത് തമിഴ്നാട്ടിലുള്ള വയസ്സായ ഒരാൾ ഭിക്ഷയെടുക്കാൻ പോകുന്ന ആ ഭിക്ഷയെടുക്കുന്ന ആളിൻ്റെ കൂട്ടത്ത് അവർ ഒരു സഞ്ചി തോളിലിട്ടിട്ടുണ്ട്, ഒരു പാത്രമുണ്ട് ഭിക്ഷയെടുക്കേണ്ട. അവരെ കൂടെ വന്നു. അവർ നേരെ പൂവാറ് വന്നിട്ട് അവർ നേരെ എന്നെ വിഴിഞ്ഞം തിരുവനന്തപുരം ബസ്സിലേക്ക് കണ്ടക്ടർ അടുത്ത്, ദൈവത്തിന് സ്തോത്രം, ആ കണ്ടക്ടർ അടുത്ത് ഇരുത്തിയിട്ട് ആ കണ്ടക്ടർ അടുത്ത് പറഞ്ഞിരുത്തിയിരിക്കും വെള്ളാർ എന്നുള്ള കോവളം വെള്ളാർ എന്നുള്ള സ്ഥലത്തേക്ക് എന്നെ കൊണ്ട് ഇറക്കണം എന്ന് പറഞ്ഞു. ആ പ്രായത്തിലും എനിക്ക് വീട്ടിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഈ കോവളം പ്രദേശത്ത് അവിടുന്ന് ബസ്സിലിറങ്ങി നടന്ന് എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവായ ആ വീട്ടിലേക്ക് ഞാൻ പോകാൻ ഇടയായിത്തീർന്നു. ശമ്പളം എന്ന് പറയുന്നത് 20 രൂപ 10 രൂപ ഇങ്ങനെയുള്ളതാണ് ഏറ്റവും വലിയ ശമ്പളം. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് എനിക്ക് 3 രൂപ തരാനുള്ളൂ. പക്ഷേ എന്നാൽ എൻ്റെ ആ കഷ്ടപ്പാട് കണ്ട് ഞാൻ ഈ ചെറുപ്രായത്തിൽ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവർ 20 രൂപ ഒക്കെ ശമ്പളം തരുമായിരുന്നു. ഇതുകൊണ്ട് ഞാൻ ഒരാഴ്ചയിലൊരിക്കൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും എൻ്റെ സഹോദരങ്ങളെയൊക്കെയും കാണുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ബസ് കയറ്റി എൻ്റെ ബന്ധു തിരിച്ച് പൂവാറിലേക്ക് അയക്കുവാനിടയായിത്തീർന്നു. ഞാൻ വന്ന് വഴിയിൽ വെച്ച് കാണുമ്പോൾ തന്നെയും എന്നെ വളരെയധികമായി കെട്ടിപ്പിടിച്ചു, അമ്മ ചുംബിച്ചു. കാരണം ഞാൻ മാറി നിൽക്കുമ്പോൾ അമ്മയ്ക്ക് അത്രയും മാത്രം പ്രയാസം അമ്മയ്ക്കുണ്ട്. എന്നാൽ പിടിച്ചു എന്നെ നല്ലവണ്ണം കെട്ടിപ്പിടിച്ച് കരയുകയും ഞാൻ ആ ചെറിയ നന്മ കൊണ്ടുവന്ന് കൊടുക്കുകയും അത് കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞു പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നാൾ അച്ഛന് അസുഖമൊക്കെയും മാറി ഞങ്ങൾക്ക് ദൈവം സൗഖ്യം തന്നു. ഞങ്ങളുടെ വീട് അന്ന് വിറ്റിട്ടാണ് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് വന്നത്. എന്നാൽ ഇപ്പോഴേ ഞങ്ങളുടെ ആ ബന്ധു പറഞ്ഞ് നിങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് അവിടെ നിങ്ങൾക്ക് കിടക്കാം, നിങ്ങൾ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ തീർച്ചയായിട്ടും അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ആ വീട്ടിലേക്ക് കടന്നു പോകാനിടയായിത്തീർന്നു. ഞങ്ങൾക്ക് അവർ ഒരു അല്പസ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുമിച്ച് അച്ഛനും ഞങ്ങൾ 3 മക്കളും അമ്മയായിട്ട് അവിടെ പോകാനിടയായിത്തീർന്നു. അവിടെ വന്ന് ജീവിച്ചുകൊണ്ടിരിക്കെ അച്ഛൻ പെട്ടെന്ന് മരിക്കാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒറ്റപ്പെട്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി വളരെയധികമായി കഷ്ടപ്പെടുകയും ഞങ്ങൾ കുടുംബമായി ആ ഭവനത്തിലേക്ക് താമസിക്കുകയും ചെയ്യുമാറായി. പിന്നെ ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കെ അവർ വളരെയധികമായി അവരെ മക്കളെപ്പോലെ നോക്കുകയും ഞങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ഞാൻ ചെറിയ കുട്ടിയാണെങ്കിലും ഞാനും കൂടെ ജോലിക്ക് പോകാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾ അവിടെ ജോലി ചെയ്തു. അല്പ പൈസ ഞങ്ങൾ കൂട്ടി ഞങ്ങൾ 2-3 വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആ വീട് തിരിച്ചെടുക്കുവാൻ ഇടയായിത്തീർന്നു. അന്ന് 1500 രൂപ കൊടുത്ത് വാങ്ങിയ വീട് 3000 രൂപ കൊടുത്ത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ വീടാണ്. 3000 രൂപ കൊടുത്ത് തിരിച്ച് വാങ്ങി ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് ജീവിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എനിക്ക് മീൻ കച്ചവടമാണ്, കരിങ്കല്ലിൻ്റെ പണിയാണ് ഞാൻ ആദ്യം ചെറിയ പണി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് 14-15 വയസ്സോളം ആയപ്പോൾ ഞാൻ മീനിൻ്റെ പണി, ഞാൻ മീൻ ചുമക്കാൻ വേണ്ടിയാണ് പോയത്. അനേകം പേർക്ക് മീൻ ചുമന്ന് 2-3 കിലോമീറ്ററോളം കൊണ്ടുവച്ച് കൊടുക്കുമായിരുന്നു. എന്നാൽ ഞാൻ അതിൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞു ഞാൻ ഏകദേശം 8-10 വർഷം വരെയും ഞാൻ കൂലിക്ക് ചുമക്കുകയും സൈക്കിൾ വെച്ച് ഉരുട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. 24-25ഓളം വയസ്സായപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കുറച്ച് മീൻ എടുത്ത് കച്ചവടം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഞാൻ ആ കച്ചവടം ചെയ്തു. ഞാൻ സൈക്കിളിലാണ് കൊണ്ടുപോയത്. എനിക്ക് വളരെയധികം ഒരു സൈക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു എനിക്കൊരു സൈക്കിള് വാങ്ങിക്കാൻ. കാരണം 3 രൂപ വാടക കൊടുക്കണം, സൈക്കിള് ആരും തരൂല്ല. പക്ഷേ എന്നാൽ ഞാൻ ഈ ചുമന്നുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ഞാനൊരു സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി ദൈവം എന്നെ ഒരുക്കി. ആദ്യം ഞാൻ വാടകയ്ക്കാണ് ഈ സൈക്കിൾ എടുത്തത്. എന്നാൽ ആ സൈക്കിളിനെ തന്നെ ഞാൻ തിരിച്ചവരത്ത് വിലയ്ക്ക് ചോദിച്ചു. എനിക്ക്
150 രൂപയ്ക്ക് ദൈവം ഒരു സൈക്കിൾ തരുവാൻ എന്നെ ദൈവം ഇടയാക്കി. ഇവിടുന്ന് മീൻ രാവിലെ എടുത്തു കഴിഞ്ഞാൽ മണ്ണന്തല, നാലാഞ്ചിറ, അതേപോലെ തന്നെ ഈ കരമന, പൂജപ്പര, വൈകുന്നേരം ഞാൻ തിരുമല, ഇങ്ങനെയുള്ള പാപ്പനംകോട്, ഇങ്ങനെയുള്ള ചന്തകളിലൊക്കെയും ഞാൻ അതേപോലെ തന്നെ സൈക്കിൾ ചവിട്ടി രാവിലെ തന്നെ അത്രയും കിലോമീറ്റർ വീടിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് ഞാൻ അനേക സ്ഥലങ്ങളിൽ ഞാൻ സൈക്കിൾ ചവിട്ടി പോകും. അതേപോലെ തന്നെ പിന്നമൂട്, മൊട്ടമൂട്, നരിയാമൂട്, ഇങ്ങനെയുള്ള മാർക്കറ്റിലൊക്കെയും ചവിട്ടി പോവും. ഉച്ചയ്ക്ക് വന്നതിന് ശേഷം കടയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് 2:30-3 മണിയാകുമ്പോൾ ഞാൻ ഉദിയംകുളങ്ങര ആ ചന്തയിലൊക്കെയും സൈക്കിൾ ചവിട്ടിയാണ് പോകുന്നത്. അങ്ങനെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഞാൻ ആ സൈക്കിൾ ചവിട്ടി പോയിട്ട് നേരെ ഇവിടുന്ന് ഉദിയംകുളങ്ങര മീൻ വിറ്റിട്ട് ചിലപ്പോൾ ആ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നേരെ ഞാൻ ഇടിച്ചിക്ക പ്ലാമൂട് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് അവിടെ ഒരു സഹോദരന് ഈ മീൻ കൊടുത്തിട്ട് നേരെ ഞാൻ പൊഴിയൂർ വഴി നേരെ കൊല്ലങ്കോട് അവിടെ ചെന്ന് മീനെടുത്തു റിട്ടേൺ തിരിച്ച് കോവളത്ത് സൈക്കിൾ ചവിട്ടി വരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്നാൽ എനിക്ക് വാഹനം ആവശ്യമാണ്. എന്നാൽ എനിക്കൊരു വാഹനം വാങ്ങിക്കുവാൻ വളരെയധികമായി ആഗ്രഹമുണ്ട്. എന്നാൽ ആ വാഹനം എനിക്ക് ഒരു M80 എന്നുള്ളൊരു വണ്ടിയാണ്. എന്നാൽ ഞാനൊരു വണ്ടി 9,000 രൂപയ്ക്ക് കച്ചവടമാക്കുകയും ഞാൻ ഒരു M80 വാങ്ങുകയും എനിക്ക് ഒരു സഹോദരൻ എന്നെ സഹായിക്കുകയും പുള്ളി മരിച്ചുപോയി. പക്ഷേ പുള്ളി എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ ജീവിതം അതിലേക്ക് തുടങ്ങി. എൻ്റെ ജീവിതം, എൻ്റെ ദൈവം എന്നെ മുന്നോട്ട് അതിൽ നിന്ന് ഉയർത്തുവാൻ ഇടയായിത്തീർന്നു. എനിക്കൊരു ഭവനം ദൈവം തന്നു. അത് പോയിട്ട് എനിക്ക് അതിൽ നിന്ന് M80 പിന്നെ ഒരു ബൈക്ക് വാങ്ങാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് 2 ഓട്ടോയുണ്ട്. ദൈവം ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹം പ്രാപിച്ച് ഞങ്ങളെ ലോക നന്മകളെക്കാട്ടും ഞങ്ങൾക്ക് ഭൗതിക നന്മകളെക്കാട്ടും ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് നല്ല സാവകാശം തന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവത്തെ നിങ്ങൾ ഓരോരുത്തരും അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ സ്നേഹം പകർന്നിടുവാൻ യേശു